നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറേ, ആ മയിൽപ്പീലി ഇറങ്ങിയോളയല്ലേ? എന്റെ കയ്യിൽ നിന്ന് പറന്നു പോയതാ ഈ മയിൽപ്പീലി. കൊണ്ടുപോ നിന്റെ മൈപ്പീലേ. സാറൊരു ചൂട് സാറാണല്ലോ. നോക്ക്, ഭ്രാന്തിന്റെ വക്കിലെത്തി നിൽക്കാൻ എന്റെ മുമ്പിൽ പോ. കൽപ്പി തന്നെ ആണല്ലോ. ദേ വേണ്ട, നീ എന്നോട് സംസാരിക്കണ്ട. ആ ദേ നോക്ക്, ഞാൻ നിന്നെ ഉപദേശിക്കാൻ. അമ്പലത്തില് ദൈവങ്ങൾക്ക് പൂ കെട്ടിക്കൊടുത്ത് ജീവിക്കുന്നവനല്ലേ നീ. നീ പോയി രക്ഷപ്പെടാൻ നോക്ക്. നിനക്കൊരു ആപത്ത് വന്നാ ഈ ദൈവങ്ങള് നിന്നെയും കൈവിട്ട് കളയും. അതിന് ഞാൻ ദൈവത്തെ പൂജിക്കുന്നത് ഫലത്തിന് വേണ്ടിയിട്ടല്ലല്ലോ സാറേ. ഇങ്ങോട്ടെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് കൈക്കൂലി കൊടുക്കും പോലെ ആവില്ലേ സാറേ? ദൈവം ആരെ ഉപദ്രവിക്കാതെ ഒരിടത്തിരിക്കുന്നു. നമ്മളല്ലേ അങ്ങോട്ട് ചെന്ന് ഓരോ വാക്ക് കൊടുക്കുന്നേ. പരീക്ഷയിൽ ജയിപ്പിച്ച പായസം തരാം, കല്യാണം കഴിപ്പിച്ച തുലാഭാരം, അസുഖം മാറ്റിയ മുഴുക്കാപ്പ്. അപ്പോഴും ദൈവം ഉണ്ടായിരിക്കല്ലേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് പേരദോഷം ദൈവത്തിന്. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താ? ശ്യാമിയുടെ ശബ്ദം പോയതാ. ഷമീസിക്ക് ഇതുവരെ സംസാരിക്കാൻ പറ്റില്ല സാറേ. ഇല്ല കണ്ണാ. ആ അവസ്ഥയില് സാറിന് ദേഷ്യം തോന്നാം. നിനക്കറിയാലോ ശ്യാമയെ, ഈശ്വര ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. എന്നിട്ടാ ഈശ്വരൻ ശബ്ദം ഇല്ലാണ്ടാക്കിയത്. ദേഷ്യം വരില്ലേ കണ്ണാ? എന്റെ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാർ ഇപ്പൊ ദൈവത്തിനോട് ചൂടാവുന്നു. ആ ചൂടാവലിനൊരു കാരണമുണ്ട് അല്ലേ? ആ ഉണ്ട്. ഞാൻ എന്താ സാറിന്റെ അടുത്ത് വന്നതിനും കാരണമുണ്ട്. ഈ മയിൽപ്പീലി എടുക്കാനാ ഞാൻ വന്നത് അല്ലേ? ആ അങ്ങനെയാകുമ്പോ ദൈവം കാണിക്കുന്നതിനും എന്തെങ്കിലും കാരണം കാണില്ലേ? സാറ് കുറച്ചു മുമ്പേ ദൈവത്തിനോട് ചൂടായി ദൈവം കരിങ്കല്ലാണെന്ന്. അല്ല, അത് നീ എങ്ങനെ കേട്ടു? നീ പിന്നീടല്ലേ വന്നേ? ഞാൻ ദേ അവിടെ നിൽക്കായിരുന്നു. സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ എല്ലാം കേൾക്കുന്ന ആളാണെന്ന് സാറിനോട് പറഞ്ഞിട്ടില്ലേ? എന്തായാലും നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറച്ചൊരു സമാധാനം കിട്ടി. പക്ഷേ ശ്യാമയുടെ ശബ്ദം അതും കിട്ടും സാറേ. ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കും, ശ്യാമേച്ചി പരീക്ഷണ വസ്തുവാണോന്ന്. ഈ അല്ല, ഞാനത് പറയുമ്പോ നീ ഇവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്യാമേച്ചി മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിന്റെ പരീക്ഷണ വസ്തുവാ സാറേ. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പണ്ഡിതന്മാരുടെ പ്രഭാഷണം നടക്കും, അവിടെ കേട്ടത് പറഞ്ഞതാ. നീ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമോ കണ്ണാ? കിട്ടും. പക്ഷേ സാർ അഗ്നിപ്രവേശ പൂജ ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.